3% ഡെയിലി പ്രോഫിറ്റ് തരുന്ന AI ട്രേഡിംഗ് MTFE. എന്റെ വീഡിയോന്റെ കമന്റ് സെക്ഷനിലും യൂട്യൂബ് സജഷനിൽ പോലും എല്ലായിടത്തും MTFE ട്രേഡിംഗ് ആണ് ഇപ്പോൾ ചർച്ച. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ചൊന്ന് പഠിച്ചു നോക്കി, ഒരു റിസർച്ച് നടത്തി. അപ്പോൾ വന്ന വലിയൊരു ചോദ്യം, ഇത് ഉണ്ണി വെച്ച് വന്ന പുതിയൊരു സ്കാം അല്ലേ എന്നാണ്. അതായത് ഇനി മുതൽ AI നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് ചെയ്തു തരും. ബിറ്റ്കോയിനിലും ഫോറക്സിലും എല്ലാം AI നിങ്ങൾക്ക് വേണ്ടി സ്വയം ട്രേഡ് ചെയ്ത് ട്രേഡൊക്കെ ബുദ്ധിപരമായി കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്ത് ദിവസേന 3% ലാഭം ഉണ്ടാക്കി തരും. അതായത് ഈ ഒരു ചിരി ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം എനിക്ക് ശരിക്കും ബാക്കിയൊന്ന് സംസാരിക്കാനും ഷൂട്ട് ചെയ്യാനുമായിട്ടുള്ളത്. അതായത് AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് വളരെ പോപ്പുലർ ആണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ടേമാണ് അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനി മുതൽ സ്വന്തമായി നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് എടുത്തു തന്നിട്ട് ദിവസേന 3% ലാഭം ഉണ്ടാക്കി തരും. ശരിക്കും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശരിക്കും ട്രേഡൊക്കെ എടുക്കുന്നുണ്ട്. ലോകത്തെ ടോപ്പ് ഹെഡ്ജ് ഫണ്ട്സിലേക്ക് നോക്കിയാൽ ശരിക്കും ഇന്ന് AI ഉപയോഗിച്ച് ട്രേഡൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടത്തെ സീരിയസ് ആണോ കോമഡി ആയിട്ടുള്ള കാര്യമാണോ എന്നറിയില്ല. എന്നാൽ ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് AI ഉപയോഗിച്ച് ഓട്ടോമേറ്റഡ് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ദിവസേന 3% ക്യാപിറ്റലിന്റെ 3% റിട്ടേൺസ് ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. 90% ആണ് വിൻ റേഷ്യോ. അതായത് 10 ദിവസം ഈ AI ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 9 ദിവസം ലാഭമായിരിക്കും, ഒരു ദിവസം മാത്രം നഷ്ടം വരുള്ളൂ. എന്തായാലും ഏറെക്കുറെ ലോങ് ടേമിൽ പ്രോഫിറ്റ് മാത്രം ഉണ്ടാകുള്ളൂ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. നിങ്ങൾ പൈസ ഇട്ടാൽ അതിൽ നിന്ന് ട്രേഡ് ചെയ്ത് ദിവസം 3% ലാഭം കിട്ടുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ ആൾക്കാരെ റെഫർ ചെയ്ത് നിങ്ങളുടെ താഴേക്ക് ആൾക്കാരെ നിങ്ങൾ ചേർത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ വലിയ ഭീമമായൊരു തുക റെഫറൽ കമ്മീഷനായി ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. നിങ്ങൾ 100 പേരെ താഴേക്ക് ചേർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റിയുടെ CEO ആയിട്ട് കമ്പനി നിങ്ങളെ നിയമിക്കും. നിങ്ങൾക്കൊരു ഓഫീസ് ഇട്ട് തരും, ഓഫീസ് തുടങ്ങാനുള്ള പൈസ തരും. നിങ്ങൾക്ക് ഓഫീസിൽ കാര്യങ്ങൾ നടത്താനായിട്ട് 2 എംപ്ലോയീസിനെ നിങ്ങൾ ഹയർ ചെയ്താൽ അവർക്ക് കൊടുക്കാനുള്ള സാലറിയും കമ്പനി തരും. അപ്പോൾ ഏത് കമ്പനീനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ വീഡിയോയുടെ തുടക്കമൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതായത് MTFE എന്ന് പറയുന്ന സോ കോൾഡ് കനേഡിയൻ എക്സ്ചേഞ്ച് ഇന്നിതാ ഇന്ത്യയിലും കേരളത്തിൽ എസ്പെഷ്യലി അതുപോലെ ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലുള്ള ഒരു ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം കൊടുക്കുകയാണ്. ആൾക്കാർ ഈ കമ്പനിയിൽ എക്സ്ചേഞ്ചിൽ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ, പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാം ബെനിഫിറ്റ്സ് കൊടുക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കമ്പനിയുടെ പേര്? MTFE. ഫുൾ ഫോം ഒക്കെ വളരെ രസകരമാണ്. മെറ്റവേഴ്സ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് കമ്പനിയുടെ പേര്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇത് കാനഡയിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് എന്നാണ് കമ്പനി പറയുന്നത്. അല്ല, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ശരിക്കും ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ MTFE എന്നുള്ള കമ്പനി എന്താണ്, എവിടെയുള്ള കമ്പനിയാണ്, ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരുടെ സ്കീം എന്താണ്, അല്ലെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്താണ്, പ്രോബബിലി സ്കാം ആകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഈ സ്കീം എന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ പ്രോബബിലി കുറേ പേര് കാണുമായിരിക്കാം. കാണുന്ന കുറേ പേര് ശരിക്കും ഇതിനു മുൻപ് MTFE കേട്ടിട്ടുണ്ടാകില്ല. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു MTFE എന്നൊരു കമ്പനി ഉണ്ടെന്നും ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ടെന്ന് അറിയുന്നതും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നതിലൂടെ ആയിരിക്കും നിങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ MTFE ഒരു സ്കാം ആണോ എന്നൊരു ചോദ്യം വളരെ റെലവൻ്റ് ആണ്. കുറേയധികം ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ MTFE ഒരു സ്കാം ആണോ എന്ന് പറയാനായിട്ട് MTFE എന്ന കമ്പനി എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ സ്കീമുകൾ എന്താണ്, അവർ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിലേക്കൊന്നും തന്നെ നമ്മൾ കടക്കുന്നില്ല. ശരിക്കും കടന്നിട്ട് കാര്യവുമില്ല. എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ഇതിനു മുൻപ് ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കേരളത്തിൽ കുറേ BTC XYZ എന്ന പേരിൽ കുറേ സ്കാമുകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും എന്നറിയില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട് അതിലൊക്കെ പൈസ ഇട്ട് കളഞ്ഞവർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. ഉണ്ടെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ധൈര്യമായിട്ട് താഴെ നിന്നിട്ട് കമന്റ് ചെയ്ത് അറിയിക്കട്ടാ. അപ്പോൾ അന്ന് ഇപ്പോൾ ഒരു 3-4 വർഷം മുൻപ്, 3-4 അല്ല അതിന് മുന്നേ ആയിരിക്കും, 2018-19 കാലഘട്ടങ്ങളിലാണ് കുറേ BTC അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതേപോലുള്ള കുറേ തട്ടിപ്പ് സ്കാം റിലേറ്റഡ് കമ്പനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് റിലേറ്റഡ് ഞാനൊരു വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ 2020 തോന്നുന്നു IQ ഓപ്ഷൻ, ബിനോമോ, ഒളിമ്പ് ട്രേഡ് പോലെയുള്ള അതും കുറേ സ്കാമി ഓപ്പറേഷൻസ് ഉള്ള കമ്പനികളായിരുന്നു. അവരുടെ റിലേറ്റഡും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൂടെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസിലെല്ലാം സംസാരിച്ചത് ആ കമ്പനികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പൊതുവെ എങ്ങനെയാണ് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീം സ്കാംസ് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാലും
എപ്പോഴത്തെ പോലെയും ഓരോ വർഷവും ഓരോ പുതിയ ട്രെൻഡും പിടിച്ചുകൊണ്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടോ ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞിട്ടോ AI എന്ന് പറഞ്ഞിട്ടോ പുതിയ പുതിയ ട്രെൻഡുകൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്കാമുകളും സ്കീമുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു നാണവുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ ഒരു നാണവുമില്ലാതെ വീഴാൻ കുറേയധികം ആൾക്കാരും ഉണ്ട് എന്ന് കാണുമ്പോഴാണ് അതിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും MTFE എന്നൊരു കമ്പനീനെ പറ്റിയോ അവരുടെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയോ അവരെന്ത് ചെയ്യുന്നു, അതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിലൊക്കെ ഒന്നും ലാർജറായിട്ട് ഞാൻ കടക്കുന്ന പോലുമില്ല. മുന്നിലേക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എന്തായാലും വീഴാതിരിക്കാനായിട്ട് എല്ലാവരിലേക്കും ഒരു അവയർനെസ്സും എഡ്യൂക്കേഷനും ഉണ്ടാക്കി എടുക്കാനായിട്ട് ലാർജറായിട്ട് എന്താണ് ഈ സ്കീമുകൾ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഇവയെ എങ്ങനെ മനസ്സിലാക്കാം, ആ ഒരു രൂപത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ വീഡിയോയുടെ അവസാനം ചെന്നിട്ട് MTFE എന്ന് പറയുന്ന ഇന്ന് കേരളത്തിൽ ഇത്രയും പോപ്പുലർ ആയിക്കൊണ്ട് ഓടുന്ന ഈ ഒരു സ്കീമും പ്രോബബിളി എന്തുകൊണ്ട് ഒരു സ്കാം ആയിരിക്കാം എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ളത് ആകെ ഒരു ഒറ്റ ടേം ആണ്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹിയർ ഇസ് ദ ടേം ഫോർ യു, പോൺസി സ്കീം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് പോൺസി സ്കീം എന്നുള്ളതിനെ അടിസ്ഥാനപരമായി ഫണ്ടമെന്റലി ആണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ് മുന്നിലേക്ക് ഇനി ആര് എന്ത് ഉണ്ണി വെച്ച് എന്ത് സ്കീം ഇറക്കിയാലും നമ്മൾ അത് വീഴാതിരിക്കണം. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റലി ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ശക്തമായി അകത്തേക്ക് കയറ്റുകയാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പോൺസി സ്കീമിന്റെ മറ്റൊരു പേരാണ് മണി ചെയിൻ എന്നുള്ളത് കൂടി അറിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പോൺസി സ്കീം, ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പൊ പോൺസി സ്കീം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ, ഇത് എങ്ങനെ തുടങ്ങിയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എപ്പോഴത്തെ പോലെയും ഒരു കഥ കേൾക്കാം. ഈ കഥ നടക്കുന്നത് USA-യിലാണ്, അമേരിക്കയിലാണ്. 1920-കളിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ അമേരിക്കയിൽ അന്ന് ചാൾസ് പോൺസി എന്നൊരു ചെറുപ്പക്കാരൻ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ ഈ ചാൾസ് പോൺസി അമേരിക്കയിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞു, എൻ്റെ അടുത്തൊരു കിടിലൻ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ പൈസ ഇതിലേക്ക് ഇട്ടാൽ അതിമനോഹരമായ അതിശക്തമായ റിട്ടേൺസ് ഞാൻ തരാമെന്ന് ചാൾസ് പോൺസി എന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നടന്നു. അപ്പൊ എന്താണ് ഈ ട്രേഡിംഗ് സ്കീം എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിക്കൊരു ആർബിട്രാജ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നാണ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത്. പുള്ളി പറഞ്ഞു US പോസ്റ്റൽ സിസ്റ്റം, അതായത് 1920-കളിലാണ് ആൾക്കാർ കത്ത് എഴുതി അയക്കുന്ന കാലഘട്ടമാണ്. അന്ന് ഈ പോസ്റ്റൽ സിസ്റ്റം എല്ലാ രാജ്യങ്ങളിലും വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ചാൾസ് പോൺസി പറഞ്ഞത് മറ്റ് രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ എനിക്ക് ചെറിയ ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്, ആ ഡിസ്കൗണ്ടിൽ ആ രാജ്യങ്ങളിലെ സ്റ്റാമ്പ് ഞാൻ വാങ്ങിച്ചിട്ട് US പോസ്റ്റൽ സിസ്റ്റത്തിൽ US-ൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഫേസ് വാല്യൂവിൽ റിഡീം ചെയ്യും എന്നൊരു ആർബിട്രാജ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെന്നാണ് ആൾക്കാരുടെ അടുത്ത് ചാൾസ് പോൺസി പറഞ്ഞു നടന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായത് കേട്ടിട്ട്? എന്തെങ്കിലും മനസ്സിലായോ? പ്രോബബ്ലി ഒന്നും മനസ്സിലായല്ലോ. എനിക്കും കാര്യമായി ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്കുറപ്പാണ് അന്ന് ചാൾസ് പോൺസി പറഞ്ഞു നടന്ന ആൾക്കാർക്കും പ്രോബബ്ലി കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാകില്ല. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം ചാൾസ് പോൺസി ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. നിങ്ങൾ എനിക്ക് പൈസ തരുകയാണെങ്കിൽ വെറും 45 ദിവസം കൊണ്ട് ആ പൈസയുടെ 50% റിട്ടേൺസ് ഉണ്ടാക്കിയിട്ട് ഞാൻ തരാം. അതായത് 45 ദിവസത്തിൽ 50% ROI കൊടുക്കാമെന്ന് ചാൾസ് പോൺസി പറഞ്ഞു. അവിടെയും തീർന്നിട്ടില്ല. ചാൾസ് പോൺസി പറഞ്ഞു, ഇനി അതല്ല 90 ദിവസമാണ് നിങ്ങൾ പൈസ എനിക്ക് എൻ്റെ ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 100% റിട്ടേൺസ് ഉണ്ടാക്കി തരാമെന്ന് ചാൾസ് പോൺസി പറഞ്ഞു. എന്തായിരിക്കും നാച്ചുറലി സംഭവിച്ചിട്ടുണ്ടാവുക? അന്ന് അമേരിക്കയിലെ കുറേ അധികം ആൾക്കാർ ചാൾസ് പോൺസിയെ വിശ്വസിക്കുകയും ചാൾസ് പോൺസിക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇവഞ്ച്വലി എന്ത് സംഭവിച്ചു? ചാൾസ് പോൺസിയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം അധിക കാലമൊന്നും ഓടിയില്ല. വെറും ഒരു വർഷം കൊണ്ട് ഇതെല്ലാം പൊട്ടിപ്പാളീസായി, ആൾക്കാരുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് മനസ്സിലായി അവരിട്ടത് ശരിക്കും ഒരു സ്കീമിലൊന്നും ആയിരുന്നില്ല. ഇൻഫാക്ട് സത്യം പുറത്തു വന്നപ്പോൾ മനസ്സിലായത് ചാൾസ് പോൺസി ഒരിക്കലും കാര്യമായിട്ട് ഒരു സ്റ്റാമ്പും ഒരിക്കലും വാങ്ങിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വർഷം കൊണ്ട് നിയർലി $20 മില്യൺ US-ലെ അന്നത്തെ ആൾക്കാരുടെ പൈസ നഷ്ടമായത്. $20 മില്യൺ എന്ന് പറയുമ്പോൾ നിയർലി 160 കോടി ഇന്ത്യൻ രൂപയാണ്. അപ്പൊ അത്രയും അധികം പൈസ ആൾക്കാരെ തട്ടിച്ചു ചാൾസ് പോൺസി ഈ ഒരു സ്കാമി ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൂടെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാൾസ് പോൺസി ശരിക്കും എന്താണ് ചെയ്തത്? വളരെ സിമ്പിളാണ്. ആലോചിച്ചാൽ വളരെ വ്യക്തമായിട്ട് പകൽ പോലെ നമ്മുടെ മുൻപിൽ വ്യക്തമായിട്ട് വരും എന്താണ് ചാൾസ് പോൺസി ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ എന്തായിരിക്കും ചാൾസ് പോൺസി ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ചാൾസ് പോൺസി ആദ്യമായിട്ട് ചാൾസ് പോൺസിയുടെ അടുത്ത് പോയ ആളുടെ അടുത്ത് നിന്ന് ചാൾസ് പോൺസി കുറച്ച് പൈസ വാങ്ങിച്ചല്ലോ. എന്നിട്ട് എന്താ, അയാൾക്ക് റിട്ടേൺസ് കൊടുക്കാമെന്ന് ആണല്ലോ ചാൾസ് പോൺസി പറയുന്നത്. അതുപോലെ തന്നെ ചാൾസ് പോൺസി കുറെ പണിയെടുത്തിട്ട് രണ്ടാമതൊരു ഇൻവെസ്റ്റർ കണ്ടെത്തും. അപ്പോൾ രണ്ടാമതുള്ള ഇൻവെസ്റ്ററും പൈസ ചാൾസ് പോൺസിക്കാണല്ലോ കൊടുക്കുക. ആ പൈസ എടുത്തിട്ട് ചാൾസ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് റിട്ടേൺസ് എന്ന് പറഞ്ഞു കൊടുക്കും.
അപ്പൊ എന്താ ഇനിയിപ്പോ രണ്ടാമത്തെ ആൾക്ക് റിട്ടേൺസ് കൊടുക്കണം, അതിനെന്താ മൂന്നാമത്തെ ആൾ ജോയിൻ ചെയ്യല്ലോ. അപ്പൊ മൂന്നാമത്തെ ആൾ ജോയിൻ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, ആ ഒരു ക്യാപിറ്റലില്, ആ ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുത്തിട്ടായിരിക്കും രണ്ടാമത്തെ ആൾക്കും ഇനി ആദ്യത്തെ ആൾക്ക് റിട്ടേൺസ് കൊടുക്കണമെങ്കിലും അതും കൊടുക്കുന്നത്. എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? പിന്നീട് ജോയിൻ ചെയ്യുന്നവർ മുഴുവനായിട്ട് അവരുടെ ക്യാപിറ്റൽ ഒറ്റയടിക്ക് ആദ്യമായിട്ടാണല്ലോ ചാൾസിന് കൊടുക്കുന്നത്. ആ പൈസയുടെ ഒരു ചെറിയ വിഹിതം എടുത്താൽ മതി ആദ്യ കാലഘട്ടത്തിൽ ജോയിൻ ആയവർക്ക് റിട്ടേൺസ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ പിന്നീട് വരുന്നവരുടെ ക്യാപിറ്റൽ എടുത്തിട്ട് അതിന്റെ ചെറിയൊരു ശതമാനം എടുത്തിട്ട് ആദ്യം ജോയിൻ ചെയ്തവർക്ക് റിട്ടേൺസ് എന്ന പേരിൽ കൊടുത്തുകൊണ്ടിരുന്നു. അതിനിടയിൽ കുറച്ച് പൈസ സ്വയവും എടുത്ത് അടിപൊളി ലൈഫ് സ്റ്റൈലിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഒരു പോയിന്റിലായപ്പോൾ ഇതെല്ലാം പൊട്ടിപ്പാളീസായിട്ട് ഇതൊരു ഫ്രോഡ് ആയിരുന്നു, ഇതൊരു സ്കാം ആയിരുന്നു എന്ന് പുറത്തു വന്നു. അപ്പൊ ഇതാണ് ഒരു ക്ലാസിക് പോൺസി സ്കീം അല്ലെ. അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഫ്രോഡുലന്റ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന് പേര് വന്നതും. അദ്ദേഹം എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല, എന്നാലും ചാൾസ് പോൺസിയുടെ പേരിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതാണ് പോൺസി സ്കീം എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ ഇതിന്റെ ലിറ്ററൽ ഡെഫിനിഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ വിക്കിപീഡിയ പറയുന്ന ലിറ്ററൽ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. പോൺസി സ്കീം ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ദാറ്റ് പേസ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഫണ്ട്സ് കളക്റ്റഡ് ഫ്രം ന്യൂ ഇൻവെസ്റ്റേഴ്സ്. ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് പോൺസി സ്കീം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡാണ്. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് പുതുതായി ജോയിൻ ചെയ്ത് വരുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് എടുത്തിട്ട് ഇവർക്ക് കൊടുക്കും. പിന്നീട് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ഫണ്ട് എടുത്തിട്ട് എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് കൊടുക്കും. അതിനിടയിൽ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് നടത്തുന്ന ആള് അടിച്ചു പൊളിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇതിനെയാണ് ഒരു പോൺസി സ്കീം എന്ന് പറയുന്നത്. ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇംഗ്ലീഷിൽ മറ്റൊരു സെന്റൻസ് കൂടിയുണ്ട്. അതായത് റോബിംഗ് പീറ്റർ ടു പേ പോൾ. റോബിംഗ് പീറ്റർ ടു പേ പോൾ, ശരിയല്ലേ? പുതുതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും നമ്മൾ റോബ് ചെയ്യാണ് ഇല്ലേ? അവരുടെ പൈസ നമ്മളല്ല, നടത്തുന്ന ആള് കട്ടെടുക്കുകയാണ് എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ട്. അപ്പൊ ഇതിനെയാണ് ശരിക്കും ഒരു പോൺസി സ്കീം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പോൺസി സ്കീം എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഏതൊരു പോൺസി സ്കീമിന്റെയും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമുക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു വളരെ ഹൈ റിട്ടേൺസ് തരുന്ന ഒരു ഇന്നോവേറ്റീവ് ഐഡിയയിലായിരിക്കും നിങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുക. എല്ലാവരും പുതിയ ലോകത്ത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ആർക്കും അറിയാത്ത, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് വരും. അതിൽ നിന്ന് തന്നെ ടു ഗുഡ് ടു ബി ട്രൂ ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റാത്ത പോലെ റിട്ടേൺസ് തരാമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കേസിൽ നോക്കിയോ, ഏതോ ഒരു എന്തോ പോസ്റ്റൽ സ്റ്റാമ്പ്സിന്റെ എന്തോ ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നു. എത്രയോ ഇന്നോവേറ്റീവ് ആയിട്ട്, കേട്ടാൽ മനസ്സിലാകാത്ത, ഇല്ലെങ്കിൽ കേട്ടാൽ എന്തോ കോംപ്ലിക്കേറ്റഡ് ആണ്, സാധാരണക്കാരന് മനസ്സിലാവില്ല, ഇതെന്തോ ടോപ്പ് സാധനമാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇന്നോവേറ്റീവ് ഐഡിയ ആയിരിക്കും. റിട്ടേൺസോ എപ്പോഴും ടു ഗുഡ് ടു ബി ട്രൂ. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, FD-യിൽ പൈസ ഇട്ടാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് വർഷം 7%. ഇനിയിപ്പോ കുറച്ചുകൂടെ ഹയർ റിട്ടേൺസ് കിട്ടുമെന്ന് പറയപ്പെടുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി ഓൺ എ ഇയർ ഓൺ ഇയർ ബേസിസ് CAGR റിട്ടേൺസ് ഒരു 12, 13, 14, 15% റിട്ടേൺസ് ഓൺ ഇയർ എൻറ്റയർ ക്യാപിറ്റൽ കിട്ടിയേക്കാം. ഇനി അതല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗിലേക്ക് നോക്കിയാൽ പോലും വർഷം 50 മുതൽ 100% വരെയാണ് ശരിക്കും ടോപ്പ് റിട്ടേൺസ് എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ചാൾസ് പോൺസി ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്നിട്ട് 90 ദിവസത്തിൽ 100% റിട്ടേൺസ് തരാമെന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയിലെ ടോപ്പിക്കിലെ ഹീറോ ആയ MTF, ഹീറോ എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പ്രൊട്ടഗോണിസ്റ്റ് ആയ MTF പോലും പ്രോമിസ് ചെയ്യുന്നത് ദിവസം 3% റിട്ടേൺസ് ആണ്. ദിവസം 3% എന്ന് പറഞ്ഞാൽ 365 ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1000% റിട്ടേൺസ്, നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 1000% റിട്ടേൺസ് ഒക്കെയാണ് ഒരു വർഷത്തിൽ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്? വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള റിട്ടേൺസ് അവർ പ്രോമിസ് ചെയ്യും വയ ആൻ ഇന്നോവേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഇന്നോവേറ്റീവ് ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ വിചാരിക്കും, ഓ അത് ശരി, എന്തോ പുതിയതാണ്, നമുക്കറിയാത്ത എന്തോ ടോപ്പ് സാധനമാണ്, ഇനി എങ്ങാനും പോസിബിൾ ആണെങ്കിലോ എന്നുള്ള ആൾക്കാരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ അത് അവർ അവരുടെ പോക്കറ്റിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് പോൺസി സ്കീംസ് ഏറെക്കുറെ എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ്സ് ആണ്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഒരിക്കലും നേരിട്ട് ആ ഒരു അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ നേരിട്ട് ആ ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റിലേക്ക് ഇടാനോ ഒന്നുമല്ല മോസ്റ്റ്ലി പറയാറുള്ളത്. എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള പൈസ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കാനാണ് അവർ ശ്രമിക്കുക. എന്നാലാണല്ലോ അവരുടെ പരിപാടി നടക്കുള്ളൂ. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരെ ആ പൈസ എത്തിയാൽ മാത്രമാണല്ലോ ആ പൈസ എടുത്തിട്ട് മറ്റുള്ളവർക്കൊക്കെ വീതിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ കളക്ടിങ് മണി ഡയറക്ട്ലി എന്നുള്ളത് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് പറയാനാണെങ്കിൽ ഇവിടെയാണ് വളരെ രസകരമായ കാര്യം. അതായത്
ഇവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അതിന്റെ പുറത്ത് റിട്ടേൺസ് തരാമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ഒരു പോൺസി സ്കീമിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക നിങ്ങൾ ആൾക്കാരെ റെഫർ ചെയ്താലായിരിക്കും. നിങ്ങൾ ആൾക്കാരെ പിടിച്ചു കൊടുത്താൽ, അതാണല്ലോ ടേം, നിങ്ങൾ ആൾക്കാരെ പിടിച്ചു കൊടുത്താൽ, ഈ ഒരു സ്കീമിലേക്ക് കൂടുതൽ ആൾക്കാരെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്തുള്ള റിട്ടേൺസിനേക്കാളും. അതും ഒരു വളരെ ശക്തമായ ഒരു റെഡ് ഫ്ലാഗ് ആണ്, ഒരു മോശമായ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇനി നമുക്ക് പോൺസി സ്കീമിന്റെ അല്ലെങ്കിൽ പോൺസി സ്കീമുകൾ എന്തുകൊണ്ട് ഇത്ര ശക്തമായി വളരുന്നു, പിന്നെയും ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു, പിന്നെയും വരുമ്പോൾ ആൾക്കാരെ ആദ്യം കുറെ പേര് എന്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നത് ചോദിച്ചാൽ പോൺസി സ്കീംസിനെല്ലാം ഒരു വളരെ ശക്തമായ ഒരു മനോഹാരിതയുണ്ട്. അപ്പോൾ പോൺസി സ്കീമിന്റെ ആ ശക്തമായ മനോഹാരിത എന്താണെന്ന് അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഈ പോൺസി സ്കീംസിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്, ഏതൊരു പോൺസി സ്കീം ആണെങ്കിലും ഏറ്റവും ആദ്യം ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഏറെക്കുറെ മോശമല്ലാത്തൊരു സമയം വരെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കും? അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ പുറത്ത് അവർക്ക് കമ്പനിയിൽ നിന്ന്, പോൺസി സ്കീം നടത്തുന്ന കമ്പനിയിൽ നിന്ന് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവർ താഴേക്ക് ആൾക്കാരെ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏർലി അഡോപ്റ്റേഴ്സിന് ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് മോശമല്ലാത്ത ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് പോൺസി സ്കീംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയാണ് പോൺസി സ്കീംസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് കൊണ്ട് എന്താ പ്രശ്നം, അല്ലെങ്കിൽ അതിന്റെ മനോഹാരിതയും അതിന്റെ പ്രശ്നവും ഒന്ന് തന്നെയാണ്. എന്താണ്? ഈ ആദ്യകാലങ്ങളിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പൈസ ഉണ്ടാക്കുന്ന എല്ലാ ആദ്യകാല ജോയിനീസും ഇതിന്റെ വക്താക്കളായി മാറും. അവര് കെയർ ചെയ്യുന്നില്ല ഇതൊരു പോൺസി സ്കീമാണോ, ഇത് ഇല്ലീഗലാണോ, ഇത് തെറ്റാണോ, ഇത് നാളെ സ്കാം ആകുമോ. ദേ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ഇല്ലേ, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവർ നോക്കുമ്പോൾ അവർക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മുൻപും ഇതുപോലെ വലിയൊരു സ്കാം കേരളത്തിൽ നടന്നപ്പോൾ എൻ്റെ പേരൊക്കെ ഞാൻ അവസാനം എടുക്കുന്നുണ്ട്. അന്ന് ഞാൻ കുറെ പേരായിട്ട് അന്വേഷിച്ച് കുറെ പേരായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ ശക്തമായി വക്താക്കളാണ്, വാദിക്കുകയാണ് ഇതെങ്ങനെ സ്കാം ആകും, ഇത് നിങ്ങളും ജോയിൻ ചെയ്യേണ്ടതാണ്. ഇതാ കണ്ടില്ലേ, എനിക്ക് ഒരു വർഷമായിട്ട് ദിവസേന ഇത്ര ശതമാനം റിട്ടേൺസ് കിട്ടുന്നുണ്ട്, ഞാൻ ഇത്ര പേരെ ജോയിൻ ചെയ്യിപ്പിച്ചതിലൂടെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ട്, എൻ്റെ ജീവിതം ഇത്ര മാറിയിട്ടുണ്ട്, എനിക്ക് ഇത്ര ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇതിനൊരു സ്കാം എന്ന് വിളിക്കുന്നത്? സ്കാം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നീയല്ലേ സ്കാം, അല്ലെങ്കിൽ നീയല്ലേ പ്രശ്നക്കാരൻ എന്ന് തിരിച്ചു ചോദിക്കുന്ന വിധത്തിൽ വെറും വക്താക്കളാകുകയല്ല, അവർക്ക് വേണ്ടി കൊല്ലാനും തല്ലാനും ഇറങ്ങുന്ന തെമ്മാടികളായി മാറുകയാണ് ഈ ഏർലി അഡോപ്റ്റേഴ്സ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് താഴെ കമന്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. MTFയുടെ വക്താക്കളായി വന്നിട്ട് എന്നെ പ്രോബബ്ലി തെറി വിളിക്കാൻ താഴെ ആൾക്കാരുണ്ടാകും. പക്ഷെ അവർ തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് പറയാൻ പറ്റും. എന്നാലും മേജർ പോയിന്റ് എന്ന് പറയുന്നത് അവരൊക്കെ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ ജീവിതം പ്രോബബ്ലി മാറിയിട്ടുണ്ട് MTF വന്നതിന് ശേഷം. അപ്പോൾ അവർ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നു. പക്ഷെ ഇവഞ്ച്വലി ഒരു സ്കാം ആയേക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ പോകുന്ന പോലുമില്ല. അപ്പോൾ ഏതൊരു പോൺസി സ്കീമിന്റെ മനോഹാരിത ഇതാണ്. തുടക്ക കാലഘട്ടത്തിൽ ആൾക്കാരെല്ലാം പൈസ ഉണ്ടാക്കും, അപ്പോൾ അവർ തന്നെ അതിന്റെ വക്താക്കളാകും, അവർ തന്നെ കൂടുതൽ ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരും. അങ്ങനെ കുറെ പേരുടെ കയ്യിലേക്ക് ആക്ച്വലി പൈസ വരും. എന്നാൽ ഇവഞ്ച്വലി ഒരു പോയിന്റിലായിരിക്കും എല്ലാ പോൺസി സ്കീമുകളിലും പൊട്ടുക. അങ്ങനെ പൊട്ടുമ്പോൾ പിൽക്കാലത്ത് പിന്നീട് ജോയിൻ ചെയ്ത അവസാനം ജോയിൻ ചെയ്ത ആൾക്കാർക്കായിരിക്കും വലിയൊരു ഹിറ്റ് ഉണ്ടാവുക. ആദ്യകാലങ്ങളിൽ ജോയിൻ ചെയ്തവരൊക്കെ ശരിക്കും ചിലപ്പോൾ പൈസ ഉണ്ടാക്കിയിട്ട് തന്നെ ഉണ്ടാവും. അവരിട്ട പൈസേനേക്കാളും എത്രയോ ഇരട്ടി ചിലപ്പോൾ അവർക്ക് റിട്ടേൺസ് കിട്ടിയിട്ട് പോലും ഉണ്ടാകും. എന്നാൽ ഇതൊരു പിരമിഡ് പോലെയാണല്ലേ, കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ജോയിൻ ആയി പോവുക. എന്തെങ്കിലും പൊട്ടുമ്പോൾ താഴെ കുറേ അധികം ആൾക്കാരുണ്ടാകും. മുകളിൽ പൈസ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഏർലി അഡോപ്റ്റേഴ്സ് കുറച്ച് പേരെ ഉണ്ടാകുള്ളൂ, താഴെ കുറേ അധികം ആൾക്കാർ ന്യൂ ജോയിനീസ് ഉണ്ടാകും. അവരുടെ പൈസയാണ് ശരിക്കും പോവുക. അവരുടെ പൈസയും അതിന് മുന്നേ ജോയിൻ ചെയ്തവരുടെ പൈസയൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടുള്ള ഒരു കളിയാണ് ശരിക്കും പോൺസി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, എന്തെങ്കിലും പോൺസി സ്കീം പൊട്ടുമ്പോൾ എന്ന്. അപ്പോൾ അടുത്ത ചോദ്യം അതല്ലേ, എങ്ങനെയാണ് ഒരു പോൺസി സ്കീം പൊട്ടുക? അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാം. രണ്ട് സാഹചര്യങ്ങളിലാണ് നോർമലി ഒരു പോൺസി സ്കീം പൊട്ടാറുള്ളത്, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയി പോകാറുള്ളത്. ഏറ്റവും ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു പോൺസി സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പോൺസി സ്കീമിലേക്ക് പുതുതായി ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് നിൽക്കുകയാണ് എങ്കിൽ ഫ്രഷ് ഫണ്ടിന്റെ ഫ്ലോ ഇല്ല കമ്പനിയിലേക്ക്. ഫ്രഷ് ഫണ്ടിന്റെ ഫ്ലോ കമ്പനിയിലേക്ക് ഇല്ല എങ്കിൽ എന്തെടുത്തിട്ടാണ് കമ്പനി എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക? പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ എത്തും അല്ലേ? അപ്പോൾ ചിലപ്പോൾ പോൺസി സ്കീമിൽ അനൗൺസ് ചെയ്യേണ്ടി വരും, സോറി നമ്മുടെ പരിപാടി കഴിഞ്ഞു, നമ്മൾ പൂട്ടുകയാണ്, നമ്മൾ പോവുകയാണെന്ന്. അങ്ങനെ പൂട്ടി പോവുകയാണെന്ന് പറഞ്ഞാൽ അതുവരെ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ആരോട് ചോദിക്കാനാണ്? ആര് കേൾക്കാനാണ്? ഇതിന് എന്ത് റെഗുലേഷൻ ആണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, പൈസ എല്ലാം പോയി എന്നുള്ളതാണ്. ആരോടും കാര്യമായിട്ട് ചോദിക്കാനൊന്നുമില്ല. കേരളത്തിൽ തന്നെ എത്രയോ ഇതുപോലുള്ള സ്കീമുകളും സ്കാമുകളും നടക്കുന്നു. കേസ് എന്നൊക്കെ പറഞ്ഞു പോകും, പക്ഷെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പൊട്ടാനുള്ള രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്,
ഇനിയിപ്പോൾ ഇതുപോലുള്ള എൻ്റെ പോലത്തെ വീഡിയോകൾ കാരണമോ അല്ലെങ്കിൽ മീഡിയയുടെ വർക്ക് കാരണമോ അല്ലെങ്കിൽ കുറേയധികം എന്താ പറയുക ചിന്തിക്കുന്ന ആൾക്കാർ ഇന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള പല സ്കീമുകളും നാട്ടിൽ നടക്കുമ്പോൾ ഇതെല്ലാം സൂക്ഷിക്കുക, ഇത് ശരിയാണോ അന്വേഷിക്കുക എന്നുള്ളതൊക്കെ പൊതു സമൂഹത്തിലേക്ക് ഇതിന്റെ അവയർനെസ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേട്ടിട്ട് ഒരുമിച്ച് കുറേയധികം ആൾക്കാർ ഒരു പോൺസി സ്കീമിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ കൊടുക്കുകയാണ് എങ്കിൽ, അതായത് പോൺസി സ്കീം നടക്കുന്ന ആളെ വിളിച്ച് പറയാണ് നമുക്ക് പണം വിഡ്രോ ചെയ്യണമെന്ന് ഒരുമിച്ച് കുറേ അധികം ആൾക്കാർ പറയുകയാണെങ്കിൽ അതും ഒരു പോൺസി സ്കീം പൊട്ടാനുള്ള സാധ്യതയുള്ള കാര്യമാണ്. അതായത് കുറേ പേര് വന്നിട്ട് പൈസ എല്ലാം വേണം, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ്, ക്യാപിറ്റൽ ആണ് വേണമെന്ന് പറയുമ്പോൾ അത്ര പൈസ ഉണ്ടാകണമെന്നില്ല പോൺസി സ്കീം നടത്തുന്നവരുടെ. അവർ ഈ വന്ന പൈസയൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, ബാക്കി പൈസ ഒക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും, കിടിലം ജീവിതം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഒറ്റയടിക്ക് കുറേ പേര് വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കാരെ പേടിക്കാനുള്ളത്? ഒരു റെഗുലേഷനും ഇല്ല, ഒന്നുമില്ല. അവർ പറഞ്ഞു ഓക്കെ പരിപാടി കഴിഞ്ഞു നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ പോയി എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയാക്കണം. ഈ രണ്ട് സാഹചര്യങ്ങളിലാണ്, അതായത് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യാത്തൊരവസ്ഥയിലും ഒരുമിച്ച് കുറേ അധികം ആൾക്കാർ പൈസ വിഡ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയിലും തീർച്ചയായിട്ടും പോൺസി സ്കീംസ് പൊട്ടുക, അതുപോലെ പൂട്ടുക തന്നെ ചെയ്യും. അപ്പൊ എന്തായാലും ഇത്രയും കണ്ടതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു പോൺസി സ്കീം, ഇത് എങ്ങനെ ഉണ്ടാകുന്നു, പോൺസി സ്കീംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ ഇവർ ഇങ്ങനെ ശക്തമായി സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു മനോഹരമായ പോയിന്റ് എന്താണ്, അതുപോലെ തന്നെ പോൺസി സ്കീംസ് എങ്ങനെ പൂട്ടുന്നു എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് കൂടി കടന്നിട്ട് ആ എക്സാമ്പിൾ കൂടി മനസ്സിലാക്കിയിട്ട് വിശദമായി വ്യക്തമായിട്ട് ഈ ടോപ്പിക്ക് മനസ്സിലായി പരിപാടി എൻഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. അപ്പൊ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഞാൻ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓഫറിംഗുമായിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് ചർച്ച ചെയ്യാം. ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് പറയുകയാണ്, ഇതാ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഓഫറിംഗ് ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. ഇതിൽ ശരിക്കും നടക്കുന്നത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബിറ്റ് കോയിൻ ട്രേഡിംഗ് ആണെന്ന് ഞാൻ പറയുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ പറയുകയാണ്, ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 30% റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറയുകയാണ്. പിന്നീട് ഞാൻ പറയുകയാണ്, ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മിനിമം 1 ലക്ഷം രൂപയാണ് വേണ്ടത്. ഈ 1 ലക്ഷം രൂപ ഞാൻ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി. നിങ്ങളുടെ പൈസ അവിടെ കിടന്ന് എല്ലാം ട്രേഡ് ചെയ്യപ്പെട്ടോളും. എത്രയാണോ മാസം റിട്ടേൺസ് വരുന്നത് അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ഇട്ട് തരികയും ചെയ്യുന്നു ഞാൻ പറയുന്നു. ഓക്കെ, അതുമാത്രമല്ല ഞാൻ അവിടെയും നിർത്തുന്നില്ല. ഞാൻ പിന്നെയും പറയുകയാണ്, ഇനി ഇത് നിങ്ങൾ ചെയ്ത് ഇഷ്ടപ്പെട്ടു, ഒരു മാസം നിങ്ങൾ ഇത് ട്രേഡ് ചെയ്ത് ഒരു മാസം നിങ്ങൾക്ക് 30% റിട്ടേൺസ് കിട്ടി, നിങ്ങൾ തൃപ്തരാവുകയാണ്, നിങ്ങൾ ഹാപ്പി ആവുകയാണെങ്കിൽ, നിങ്ങളൊരു 5 കൂട്ടുകാർക്ക് കൂടി ഇത് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 30% എന്നുള്ളത് മാറ്റി ഞാൻ മാസം 50% റിട്ടേൺസ് തരാം. ആഹാ, എത്ര മനോഹരം ഇല്ലേ? കേൾക്കാൻ നല്ല രസമില്ലേ? എന്നാൽ ഞാൻ സത്യമായിട്ടും ശക്തമായിട്ടും പറയുകയാണ്, ഇതെൻ്റെ പേരൊന്നുമില്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ടിട്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇറക്കിയാൽ തീർച്ചയായിട്ടും കച്ചവടം നടക്കും. തീർച്ചയായിട്ടും ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യും, മനോഹരമായ ഒരു പോൺസി സ്കീമായിട്ട് നടത്തുകയും ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ഒരു പോൺസി സ്കീം ആകുന്നു, എങ്ങനെ നടത്താമെന്നുള്ളതിൻ്റെ മെക്കാനിക്സ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും എനിക്ക് നടത്താനോ ആർക്കും നടത്താനോ അല്ല, ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകാനാണ്. എല്ലാവരും ചെയ്യുന്നത് ഇതാണ്, എല്ലാവരും ചെയ്യുന്ന എന്താ പറയുക പകൽ കൊള്ളയാണ്, തട്ടിപ്പാണ് ഇത് എന്നുള്ളത് വ്യക്തമായി ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഇത് ഞാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത് വിട്ടോ, ആരെങ്കിലും ഇങ്ങനൊരു സ്കീം നടത്തുകയാണെങ്കിൽ എങ്ങനെ അവർക്ക് ഒരു ട്രേഡിംഗ് നടത്താതെ ഒന്നും തന്നെ ചെയ്യാതെ നല്ല പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരാൾ ഇത് തുടങ്ങിയല്ലേ, ഒരാൾ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ആൾ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അയാൾ എത്ര പൈസ തരുന്നത്? 1 ലക്ഷം രൂപ തരും. ശരിയാണല്ലോ? അപ്പൊ നടത്തുന്ന ആളുടെ കയ്യിൽ നടത്തുന്ന മുതലാളിയുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ഈ മുതലാളി ഇനി ഒരു മാസം കഴിയുമ്പോൾ ഈ ഒരാളെ ജോയിൻ ചെയ്തുള്ളൂ എന്ന് അസ്യൂം ചെയ്തോ, ഈ ഒരാൾക്ക് എത്ര പൈസ കൊടുക്കണം? 30,000 രൂപ കൊടുക്കണം. അത് എവിടെ നിന്ന് കൊടുക്കും? മുതലാളിയുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഇരിക്കുകയല്ലേ. ഈ ആദ്യം ജോയിൻ ചെയ്ത ആള് വന്ന് ജോയിൻ ചെയ്തപ്പോൾ 1 ലക്ഷം രൂപയല്ലേ കൊടുത്തത്? അതിൽ നിന്ന് 30,000 രൂപ എടുത്ത് കൊടുത്താൽ പോരെ? എന്നാലും ബാക്കി 70,000 രൂപ മുതലാളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് 30,000 രൂപ ഇയാൾക്ക് സുഖസുന്ദരമായി കൊടുത്തു. അപ്പോൾ ജോയിൻ ചെയ്ത ആളെ ഹാപ്പി, ഇത് കൊള്ളാലോ, ഒരു മാസത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ 30% റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ മുതലാളി കോൺടാക്ട് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ 5 പേരെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ, അതെന്തായി? 5 പേരെ ജോയിൻ ചെയ്താൽ അടുത്ത മാസം 50% തരാം, അതായത് 50,000 രൂപ തരാമെന്ന് പറയുന്നു. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോ അല്ലെങ്കിൽ പരിചയമുള്ള എല്ലാവരെയും റീച്ച് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലും പലരിലേക്കും ഈ ഒരു സ്കീമിനെ എത്തിക്കില്ലേ? അങ്ങനെ 5 പേരെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ 5 പേര് കൊണ്ടുവരുമ്പോൾ അവിടുന്ന് 5 ലക്ഷം രൂപയാണ് മുതലാളിയുടെ കയ്യിലേക്ക് വരുന്നത്. ഇപ്പോൾ മുതലാളിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 5,70,000 രൂപയുണ്ട്. അടുത്ത മാസം മുതലാളിയുടെ പേ ഔട്ട് എത്രയാണ്? നമ്മുടെ ആദ്യത്തെ ആൾക്ക് 50,000 കൊടുക്കണം, പിന്നീട് വന്ന 5 പേർക്ക് 30,000 വെച്ച് കൊടുത്താൽ പോലും 2 ലക്ഷം ചെലവേ ഉള്ളൂ. കയ്യിലുള്ളത് 5,70,000 രൂപയാ. അതിൽ നിന്ന് വെറും 2 ലക്ഷം ചെലവ് ചെയ്താൽ മതി. എന്ത് തോന്നുന്നു? അടുത്ത മാസം എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നു? ഈ ജോയിൻ ചെയ്ത 5 പേരും പിന്നെയും 5 പേരെ കൊണ്ടുവരില്ലേ?
ആദ്യം ഉണ്ടായവൻ പോലും പിന്നെയും 5 പേരെ കൊണ്ടുവരില്ലേ? അങ്ങനെ ആൾക്കാർ ജോയിൻ ആയി പോവുകയാണെങ്കിൽ കാണുന്നില്ലേ മുതലാളുടെ കയ്യിൽ പൈസ കൂടി വരുന്നേ ഉള്ളൂ. ആ കിടക്കുന്ന പൈസയിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ആ കിടക്കുന്ന പൈസയിൽ തന്നെ മുതലാളിക്ക് ജീവിക്കാനുള്ള അടിച്ചു പൊളിക്കാനുള്ള പൈസയും ലക്ഷറി ലൈഫ് സ്റ്റൈലിലേക്കുള്ള സാധനങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യാം. അവ എന്ത് മനസ്സിലായി? ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിലേക്ക് പലരുടെയും പൈസ വന്നുകൊണ്ടിരിക്കുന്നു. അതേ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ കുറച്ചായിട്ട് ജോയിൻ ചെയ്തവർക്ക് തന്നെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് പോൺസി സ്കീം. ഞാൻ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വ്യക്തമായി ഈ ഒരു ഫംഗ്ഷനിങ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് സംഭവം കുറച്ച് മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ എന്ത് എക്സാമ്പിൾ ആണ് ആശാൻ പറയുന്നത്? ഇതൊക്കെ ആക്ച്വലി പോസിബിൾ ആണോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന്? റിയൽ ലൈഫ് എക്സാമ്പിൾ മുന്നിലേക്ക് ഇട്ടുതരാം. റിയൽ ലൈഫ് നടന്ന കാര്യം, നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാം. അപ്പൊ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്, നടത്തിയ ആള് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് പൈസ നേരിട്ട് തന്നോളൂ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ 100% പരം റിട്ടേൺസ്, അതായത് ഇൻവെസ്റ്റഡ് എമൗണ്ടിന്റെ 100% പ്ലസ് റിട്ടേൺസ് ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരാം. ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത തരത്തിലുള്ള എന്തോ ടോപ്പ് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ആണെന്നാണ്. ഇങ്ങനെ ഇത് പറഞ്ഞ ആൾ, ക്ലൂ തരാം, തിരുവനന്തപുരത്താണെന്ന് നടന്നത്. ക്ലൂവിൽ നിന്ന് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നു. 200 കോടിയിൽ പരം രൂപയാണ് ഈ ഒരു സ്കാമിൽ മലയാളികളുടെ പൈസ നഷ്ടപ്പെട്ടത്. വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ് ഇത് നടത്തിയത്. ഇത്ര ക്ലൂ മതിയാകും എന്ന് തോന്നുന്നു. കൂടുതൽ പേർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ഫോർ യു സ്കാമിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കേട്ടിട്ട് നിങ്ങൾ അത് ചിരിച്ചു തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും വളരെ പൊള്ളയായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും കാര്യം നടക്കുമെന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അടുത്ത എക്സാമ്പിൾ തരാം. അതായത് ഈ ടോട്ടൽ ഫോർ യുവിനെ പറ്റി പറയുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നോക്കുമ്പോൾ നേരിട്ട് പൈസ കളക്ട് ചെയ്യുന്നു, നേരെ ട്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനത ഇല്ല, കേരള സമൂഹം മനസ്സിലാക്കി തുടങ്ങി ഇതെല്ലാം സ്കാമുകളാണെന്ന്. അപ്പോൾ പിന്നീട് വന്ന സ്കാമുകൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആകാൻ തുടങ്ങി. നമ്മൾ ആദ്യം ഉപയോഗിച്ച ടേമാണ്. അവർ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആകാൻ തുടങ്ങി. നേരിട്ട് പൈസ തരണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി, അങ്ങനെ കുറച്ച് തിരിച്ചും തറക്കിയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ഇൻഫാക്ട് പലർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ പലരും പൈസ ഇടുകയും ചെയ്തു. ഈ വളരെ റീസെന്റ് കേരളത്തിൽ നടന്ന ഔട്ട് ഓഫ് ദ പ്രൊപ്പോർഷൻസ് വളർന്നു പോയ മറ്റൊരു സ്കാമാണ് നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഇൻസിഡന്റ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കമ്പനി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പൈസ നമുക്ക് തരുമൊന്നും വേണ്ടാട്ടോ. നിങ്ങൾ പൈസയൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത് പ്രോബബ്ലി ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം സ്കാം ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് പൈസ അയച്ചൊന്നും തരണ്ട. എന്നാൽ ഞങ്ങളുടെ ഒരു ക്രിപ്റ്റോ കറൻസി പുതിയതായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ടോപ്പ് ക്രിപ്റ്റോ കറൻസിയാണ്. നിങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ചാൽ മതി. ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾ പൈസ ഇട്ടാൽ, ഇത് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ ഇടുന്ന പൈസയുടെ 3% റിട്ടേൺസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുമെന്ന് പറഞ്ഞൊരു കമ്പനി. എന്നാൽ അത് അവർ അവിടെ നിർത്തിയില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് 3% റിട്ടേൺസ് ഡെയിലി കിട്ടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ചേർത്തുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് റെഫറൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്താണ് ഇവരുടെ ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നത്? നേരിട്ട് പൈസ വാങ്ങിച്ച് ഞങ്ങൾ എന്തോ ട്രേഡോ ഇൻവെസ്റ്റോ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ മാറ്റിയിട്ട് അവരെന്ത് പറഞ്ഞു? ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ട്, ഒരു ടോക്കൺ ഉണ്ട്, അതിലേക്ക് പൈസ ഇട്ട് അത് നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. വെറുതെ ആൾക്കാരെ പറ്റിക്കുന്നു. അതായത് ഈ നടത്തുന്ന കമ്പനി ഉണ്ടല്ലോ, ഇവർ തന്നെ കണ്ടുപിടിച്ച ക്രിപ്റ്റോ കറൻസി ടോക്കൺ ആണ് ആൾക്കാരുടെ അടുത്ത് വാങ്ങാൻ പറയുന്നത്. അപ്പോൾ പൈസ കൊടുത്ത് ആൾക്കാർ ഈ ടോക്കൺ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയാണെങ്കിൽ ആ പൈസ ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? ഈ നടത്തുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്. എന്നാൽ ഒരു പുകമറയൊക്കെ വെച്ചിട്ട് ആൾക്കാരെ മനസ്സിലാക്കാത്ത രീതിയിൽ ഇതിനെ നടത്തി, മനോഹരമായിട്ട് നടത്തി, ഭീകരമായിട്ട് നടത്തി. 1200 കോടി രൂപയുടെ സ്കാം ആയിട്ട് ഇതാ ഈ അടുത്ത് പോലീസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇത് പൊട്ടുകയുണ്ടായി, പിടിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ ചാനലിൽ തുടക്ക കാലഘട്ടത്തിൽ കമന്റ് സെക്ഷനിൽ പോയാൽ ഈ ഒരു കമ്പനിയെ പറ്റി ഒരു 10 കമന്റ് വരാത്ത വീഡിയോ ഉണ്ടായ കാലഘട്ടമില്ല. അത്രയും അധികം ആൾക്കാർ ചോദിച്ചു, ഇത് എങ്ങനെയുണ്ട്, ഇത് നല്ലതാണോ, ഇതിൽ പൈസ ഇടാമോ, ഇത് അടിപൊളിയാണോ എന്ന് ചോദിച്ചുകൊണ്ടുണ്ടായി. ഏതാ കമ്പനി? ആർക്ക് പറയാൻ പറ്റും? മോറിസ് കോയിൻ അല്ലേ? പല വിധത്തിലും പല പേരിലും പല രൂപത്തിലും പല ഭാവത്തിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉണ്ണി പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ എത്ര സ്കീമുകളും സ്കാമുകളും റൺ ചെയ്യുന്നു. 1990-കളിൽ ആട് തേക്ക് മാഞ്ചിയം സ്കീമിൽ നിന്ന് തുടങ്ങിയതാണ് കേരളത്തിന്റെ ഇതിന്റെ ഒരു വിജയഗാഥ. എത്ര കഥകളാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം ലിസ്റ്റ് സ്കീം എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാ വളരെ അടുത്ത് 1 വർഷം മുൻപ് മാത്രമായിട്ട് പ്രവീൺ റാണയുടെ പേരിൽ തൃശ്ശൂർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് സ്ഥിരമായിട്ട് എല്ലാ വർഷവും പുതിയ പേരിൽ നടന്നു വരുന്നു. ഞാനിവിടെ പേരെടുത്തത് വളരെ കുറച്ച് പുറത്ത് വന്ന സ്കാമുകളുടെ മാത്രമാണ്. എന്നാൽ വളരെ ഫേമസ് അല്ലാതെ ചെറുകിട രീതിയിൽ നടന്നു പോകുന്ന എത്ര എണ്ണം കേരളത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ ദ ലിസ്റ്റ് ഇസ് വെരി ലോങ്. അപ്പോൾ ഇവിടെ നമ്മൾ പേരെടുത്ത് പറഞ്ഞ 2 എണ്ണത്തിലോ 3 എണ്ണത്തിലോ മാത്രമായിട്ട് 1500 കോടി രൂപയിൽ പരമാണ് ആൾക്കാരുടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്കാമുകളും കേരളത്തിൽ ഞാൻ അഗൈൻ നോട്ട് ദ പോയിന്റ്, എക്സാമ്പിളുകൾ എടുത്തിരിക്കുന്നത് കേരളക്കാർ തുടങ്ങിയ കേരളത്തിൽ മാത്രം നടത്തിയ സ്കാമുകളാണ്.
ഇനി കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യയിൽ നോക്കിയാലും കുറേ അധികം മറ്റ് സ്കാമുകൾ ഉണ്ട്, ഇതുപോലുള്ള കുറേ സ്കീംസ് റൺ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണലി നോക്കിയാലും കുറേ ഉണ്ട്, എവിടെയും മോശക്കാരൊന്നുമല്ല. എന്നാൽ കേരളത്തിൽ മാത്രം ഇത്രയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ എക്സാമ്പിൾ പറഞ്ഞതിലൂടെയും റിയൽ ലൈഫ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞതിലൂടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയും കൂടെ വ്യക്തമായി എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോകാം. അതായത് നമ്മൾ തുടങ്ങിയത് അല്ലെങ്കിൽ വീഡിയോ ടൈറ്റിലും ഒക്കെ ഉള്ളത് എന്താ, MTFE എന്ന് പറയുന്ന ഈ ഒരു നാട്ടിലുള്ള പുതിയൊരു തരംഗത്തെ പറ്റിയാണല്ലോ. അപ്പോൾ ഈ ഒരു തരംഗം സ്കാം ആണോ അല്ലയോ, പോൺസി സ്കീമാണോ അല്ലയോ, ശരിയാണോ മോശമാണോ എന്നുള്ള വെർഡിക്റ്റിലേക്ക് നമുക്കെത്താം. അപ്പോൾ ഈ MTFE എന്നുള്ളത് ഒരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇന്ന് ശരിക്കും MTFE മാത്രമല്ല, ഇതിനെപ്പറ്റി പഠനം തുടങ്ങി ഈ ഒരു മേഖലയിലേക്ക് ഞാനൊന്ന് ഇറങ്ങി തിരിച്ചപ്പോഴാണ് മനസ്സിലായത് MTFE മാത്രമല്ല, വാലർ എന്ന പേരുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ടൈറ്റൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും മറ്റൊരു സ്കീമും ഉണ്ട്. അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ നടത്തുന്നുണ്ട്. അല്ല, എന്തുകൊണ്ട് നടത്താതിരിക്കും? അതായത് പൈസ എങ്ങനെ വരുന്നു എന്നുള്ളത് മൈൻഡ് ചെയ്യാതെ ആൾക്കാരെ വെട്ടിച്ചും തട്ടിച്ചും ജീവിക്കാൻ റെഡി ആയിട്ടുള്ളവർ നോക്കുമ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ വേറെയുണ്ടോ? അപ്പോൾ ഇങ്ങനെ പല പല പേരുകളിൽ പല പല ക്ലോണുകൾ ഉണ്ടാക്കി ആൾക്കാർ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇത് മറ്റ് രാജ്യങ്ങളിൽ, ഇന്ത്യയിലും ഉണ്ട്, എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള മോഡൽസ് എത്തുന്നു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്തായാലും വെർഡിക്റ്റിലേക്ക്, അവസാനത്തെ തീരുമാനത്തിലേക്ക് വരാം. അപ്പോൾ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ തീരുമാനം ഇങ്ങനെ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്ത് അത് മാത്രമാണ് ശരി എന്ന് ഞാൻ ഒരിക്കലും പറയാൻ വരുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സേഫ് ആകാൻ ശ്രമിക്കാം, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കാം, ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കാം, ബുദ്ധിപരമായി ചിന്തിച്ച് ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്തിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് എത്താൻ നമുക്ക് ശ്രമിക്കാം. എത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? അല്ലാതെ നമ്മൾ ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ട് ഒരു സംഭവം ശരിയാണെന്ന് പറഞ്ഞിട്ട് തർക്കിക്കാനോ, ഒരെണ്ണം മോശമാണെന്ന് പറഞ്ഞിട്ട് തർക്കിക്കാനോ, അങ്ങനെ ഒരു തർക്കത്തിലേക്കോ അങ്ങനെ ഒരു എന്താ പറയുക ക്ലെയിംസിലേക്കോ നമ്മൾ പോകേണ്ട ജഡ്ജ്മെന്റിലേക്കോ, ജഡ്ജ് ചെയ്യുന്നതോ ക്ലെയിംസ് ഉണ്ടാക്കുന്നതിൻ്റെയോ ആവശ്യം തന്നെ ഇല്ല. നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ട ലോകവിവരമൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പോൺസി സ്കീമിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു അല്ലേ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഔട്ട് ഓഫ് ദ വേൾഡ്, ടു ഗുഡ് ടു ബി ട്രൂ ആയിട്ടുള്ള റിട്ടേൺസ് അവർ പ്രോമിസ് ചെയ്യുന്നു. 1. 2, നേരിട്ട് പൈസ കളക്ട് ചെയ്യുന്നു. 3, റെഫർ ചെയ്തിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ കുറേ പേരുകൾ MTFE അല്ലാതെ മറ്റു കുറേ പ്ലാറ്റ്ഫോംസ് ഞാൻ പറഞ്ഞു, ഇവരെല്ലാവരും എടുത്തു വെച്ചിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് മാച്ച് ആകുന്നു നോക്കിയാൽ പോരെ. ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും അവർ ഹൈ റിട്ടേൺസ് പറയുന്നുണ്ടോ? അവർ പറയുന്നത് AI ഒറ്റയ്ക്കിരുന്ന് സ്വന്തമായി ട്രേഡ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. അവരുടെ പ്ലാറ്റ്ഫോം കണ്ടിട്ട്, അതായത് ഒരു പ്ലാറ്റ്ഫോമൊക്കെ കണ്ടാൽ നമുക്ക് അത്യാവശ്യം അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ടീമിനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ AI എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ലോഗോ ഒക്കെ കണ്ടാൽ തന്നെ കോമഡിയാണ്. എനിവേസ്, അപ്പോൾ പോയിന്റ് ബീയിങ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അവർ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും. AI ട്രേഡിംഗ് വെച്ചിട്ട് ദിവസേന 3% റിട്ടേൺസ്, റിയലി ഹൈ റിട്ടേൺസ് പറയുന്നുണ്ട്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്കിൽ എന്തായാലും പെടുന്നുണ്ട്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താ? നേരിട്ട് പൈസ വാങ്ങുന്നുണ്ടോ? അതിലേക്ക് ഞാൻ പിന്നെ വരാം. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് മറ്റേത് പിടിക്കാൻ, റെഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടോ? റെഫർ ചെയ്യാൻ മാത്രമല്ല, റെഫർ ചെയ്താൽ അതിഭീകരമായ കമ്മീഷൻ ഇവർ തരുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 100 പേരെന്തോ വലിയ പൈസ ഇട്ട 100 പേരെ റെഫർ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ നാടിൻ്റെ CEO MTFE CEO എന്ന പേരിൽ നിങ്ങൾക്ക് ഓഫീസൊക്കെ ഇട്ടിട്ട് ഭയങ്കര പദവിയൊക്കെ തന്ന് ആദരിക്കുന്ന ചടങ്ങൊക്കെ ഇവർക്കുണ്ട്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. പൈസ നേരിട്ട് വാങ്ങുന്നുണ്ടോ? ഇവിടെയാണ് നേരത്തെ മോറിസ് കോയിന്റെ കേസ് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? അവർ നമുക്കറിയില്ല, ഒരു കോയിനാണ്, നല്ല കോയിനാണ്, കോയിൻ നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ കോയിൻ നടത്തിയത് കമ്പനി ആയതുകൊണ്ട് പൈസ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തി. അതുപോലെ തന്നെയാണ് MTFE പറയുന്നത്. MTFE എന്ന് പറയുന്നത് ഒരു കനേഡിയൻ എക്സ്ചേഞ്ച് ആണ് എന്ന് പറയുന്നു. അപ്പോൾ കനേഡിയൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയാം, പൈസ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഇപ്പോൾ നാട്ടില് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബ്രോക്കേഴ്സ് ഉണ്ട് അല്ലേ, സിറോദ, ഫയേഴ്സ്, അപ്സ്റ്റോക്സ് ഒക്കെ ബ്രോക്കേഴ്സ് ആണ്. ഈ ബ്രോക്കേഴ്സിൽ പൈസ ഇടുന്ന പോലെ നിങ്ങൾ കണ്ടാൽ പോരെ എന്നൊക്കെയാണ് പലപ്പോഴും പിച്ച് ചെയ്യുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത്, സിറോദ, ഫയേഴ്സ്, അപ്സ്റ്റോക്സ് ഒക്കെ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഇടുന്ന പൈസയാണ്. ആ പൈസയിൽ ഇൻഫാക്ട് ഇൻഷുറൻസ് ഉണ്ട്. ഈ ബ്രോക്കർ പൂട്ടിപ്പോയാൽ സെബി ഇൻഫാക്ട് ആ ഇൻഷുറൻസ് എക്സർസൈസ് ചെയ്തിട്ട് നമ്മുടെ പൈസ ഒരു വലിയ പരിധി വരെ തിരിച്ചു തരികയും ചെയ്യും. നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് ആണെങ്കിലും മറ്റ് അസറ്റ്സ് ആണെങ്കിലും ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററിയുടെ കയ്യിലാണ് ഉണ്ടാവുക, ബ്രോക്കറിന്റെ കയ്യിലല്ല. എന്തെങ്കിലും പറ്റിപ്പോയാലും ആ ഡെപ്പോസിറ്ററിന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു കിട്ടാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ഈ MTFE ഒരു കനേഡിയൻ എക്സ്ചേഞ്ച് ആണെന്ന് പറയുമ്പോൾ എല്ലായിടത്തും അവർ പൊക്കി പിടിക്കുന്നത് അവർ ഫിൻട്രാക്ക് രജിസ്റ്റേർഡ് ആണെന്നാണ്. ഇതാരും, അതാണ് ഇന്നോവേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ ഫിൻട്രാക്ക് രജിസ്റ്റേർഡ് എന്ന് കേൾക്കുമ്പോൾ ആരും അന്വേഷിക്കാനൊന്നും പോകില്ല. ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. ഈ ഫിൻട്രാക്ക് എന്ന് പറയുന്നത് ശരിക്കും കാനഡയിലെ ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് മാത്രമാണ്.
അതായത് എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, മണി ലോണ്ടറിങ് നടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് മാത്രമാണ് ഫിൻട്രാക്ക്. എന്നാൽ ഒരു എക്സ്ചേഞ്ച് ആയിരുന്നെങ്കിൽ, ഒരു ബ്രോക്കർ ആയിരുന്നെങ്കിൽ, ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ സെബിയുടെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റെഗുലേഷന്റെ കീഴിലല്ലേ അവർ പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് കാനഡയിലുള്ളത് കനേഡിയൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ CSA എന്നുള്ള ഓർഗനൈസേഷൻ ആണ്. അവരുടെ കീഴിൽ MTFE വരുന്നുമില്ല, അവിടെ യാതൊരുവിധ അഫിലിയേഷനുമില്ല. അതുപോലെ തന്നെ കാനഡയിലെ ബ്രോക്കേഴ്സ് എല്ലാം ശരിക്കും അഫിലിയേറ്റഡ് ആകേണ്ടത്, റെഗുലേറ്റഡ് ആകേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രി റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഓഫ് കാനഡയുടെ കീഴിലാണ്. അവരുമായിട്ടും ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കാണുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആൾക്കാരെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഫിൻട്രാക്ക് രജിസ്ട്രേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. പല വെബ്സൈറ്റ്സിലും വായിക്കുമ്പോൾ ഫിൻട്രാക്ക് രജിസ്ട്രേഷൻ എടുക്കൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ ഏറെക്കുറെ ഏതൊരു ഓർഗനൈസേഷന് കിട്ടും എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, പോൺജി സ്കീംസ് ഇവോൾവ് ആകും തോറും, ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാകും തോറും പോൺജി സ്കീംസും ഇവോൾവ് ആകണം, കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആകണം, ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വളച്ചൊടിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വളച്ചൊടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതാകാം ഇത് എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളെല്ലാവരും സ്വയമാണ് അല്ലേ. കാരണം നമ്മുടെ ഹാർഡ് ഏൺഡ് മണിയാണ് നമ്മൾ ഇവിടെ കൊണ്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്കാം ആണോ ഇല്ലയോ, എഗെയിൻ ഞാൻ പറയുന്നു, ഇതിന്റെ ഒരു ജഡ്ജ്മെന്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ MTFE സ്കാം ആണോ അല്ലയോ എന്നുള്ളതിന് ശക്തമായൊരു ഉത്തരം തരാൻ ഉദ്ദേശിക്കുന്ന പോലുമില്ല. ഇതൊരു ലാർജർ ആസ്ക് ആണ് അല്ലേ, നമ്മുടെ സമൂഹത്തോട്, ജനതയോട് ഒരു ലാർജർ ആസ്ക് ആണ്. ഇനിയും നാളെയല്ല കുറേ നാളുകളോളം ഇതുപോലെ കുറേ അധികം സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അവിടെയെല്ലാം ബുദ്ധിപരമായ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിക്കൊണ്ട് എന്താണ് ശരി എന്താണ് മോശമെന്ന് നമുക്ക് സ്വയം മനസ്സിലായി. അതിന് എവിടെയും വാദിക്കാൻ പോകേണ്ട, നമ്മുടെ പൈസയാണ് നമ്മൾ ഇടാൻ പോകുന്നത്, ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്, ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക മാത്രം ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള എൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റിലൂടെ, എൻ്റെ ഒരു പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വിധത്തിലും ഒരു കാലഘട്ടത്തിലും എൻ്റെ പൈസ ₹1 ഇടാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അതുപോലൊരു പഠനം നിങ്ങൾ നടത്തണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഒന്നും തീരുന്നില്ല. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ സ്റ്റഡിയിലേക്കും ഇതിന്റെ കാര്യത്തിലേക്കും കടന്നാൽ ഇനി ഒരു 100 പോയിന്റ് എനിക്ക് വെക്കാനുണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്ന പോലുമില്ല. ഈ ഒരു ലാർജർ ഫ്രെയിംവർക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഫൗണ്ടേഴ്സ് ആരാണ്, അവർ എവിടെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ പോലും അവരുടെ വെബ്സൈറ്റിൽ അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് വൈബാണ് എനിക്ക് കൂടുതൽ തരാനുള്ളത്. കാര്യം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്രയോ നാളുകളായിട്ട് പല പേരിലും രൂപത്തിലും ഭാവത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ നാട്ടിൽ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോൾ യൂസേഴ്സിന് കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തുമ്പോൾ അന്നാണ് ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയും ഇറ്റ് ഈസ് റിയലി സാഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് വിഷമിക്കാം. ഒന്ന്, ആൾക്കാർ ഇതിൽ വീണു പോകുന്നതിൽ നമുക്ക് വിഷമിക്കാം. അതായത് ആരെങ്കിലും വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടോ അല്ലാതെ നേരിട്ട് ഫ്രണ്ട്സോ ഫാമിലിയോ ഏജന്റോ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മണ്ടനെ പോലെ, ഒരു പൊട്ടനെ പോലെ ഇത് വിശ്വസിച്ചിട്ട് അതിൽ പോയി പൈസ ഇടുന്നവരെ ആലോചിച്ച് നമുക്ക് വിഷമിക്കാം, ലജ്ജിക്കാം. വിഷമം വലുതാണ്, ലജ്ജ എന്തായാലും ഉണ്ട്, എന്നാലും വിഷമമാണ് വലുത്. ഇങ്ങനെയാണല്ലോ കാര്യങ്ങളെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം വരും. രണ്ടാമത്തെ കാര്യം കൂടുതൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള നമ്മുടെ കൂടെ ഉള്ളവർ പോലും ഇങ്ങനെയുള്ള പരിപാടിയിൽ ആളെ ചേർത്താൽ അവർക്ക് പൈസ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന് അവർക്ക് റെഫറൽ എമൗണ്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പുറത്ത് റിട്ടേൺസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയുന്ന കാര്യമല്ല. എന്നാലും കുറെ പേരെ റെഫർ ചെയ്ത് അതിന് അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കാം. ഇവഞ്ച്വലി പൊട്ടി പോവുകയാണെങ്കിൽ താഴെയുള്ളവരുടെ പൈസയിലേ പോകുള്ളൂ എന്നുള്ള ചിന്തയിൽ വർക്ക് ചെയ്യുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. തുടക്കത്തിൽ ഞാൻ എത്രയോ പേരുടെ യൂട്യൂബ് ചാനൽസ് കാണിച്ചു, എത്രയോ പേര് യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു, ഓഫീസിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കണ്ണീ ചോരയില്ലാത്ത പരിപാടിയല്ലേ. അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് ജീവിക്കാൻ അവർക്ക് എങ്ങനെ പറ്റുന്നു എന്ന് ആലോചിക്കുമ്പോഴും ശരിക്കും വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓൺ എ ലാർജർ നോട്ട്, പോൺജി സ്കീംസ് എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു, മണി ചെയിൻ എന്താണ്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത് ഇതിന്റെ ഏറ്റവും വലിയ ഡിഫൻസ് എന്താണെന്നറിയോ? ആരെടുത്ത് ഇത് പറയാൻ പോയാലും അവർ ഡിഫെൻഡ് ചെയ്യുക, ഞാൻ എന്താ 1 വർഷമായിട്ട് ഇതിലിട്ടുണ്ട്, എനിക്ക് പൈസ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ഇത് മനോഹാരിത എന്നുള്ള പോയിന്റിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലായിട്ട് വേണം ശരിക്കും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി എവിടെയെങ്കിലും ഇടുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ലെജിറ്റിമേറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, അതിലേക്കൊന്നും ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല.
കാര്യങ്ങൾ പഠിച്ച് മനസ്സിലായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇട്ടോളൂ, യാതൊരുവിധ പ്രശ്നവുമില്ല. എന്നാൽ ഇതുപോലെയുള്ള ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്കാമി ആയിട്ടുള്ള പ്രോബബിൾ സ്കാംസ് ആയി മാറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് നിൽക്കുക എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. അതായത് ഐക്യ ഓപ്ഷന്റെയും ബിനോമിയോന്റെയും വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് പൈസ ഉണ്ടാക്കണമെന്നൊരു ഹസ്സില് അകത്തുനിന്ന് വരുന്നത്, ചിന്ത വരുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ ഒരു പണിയും എടുക്കാതെ വെറുതെ ഇരുന്ന് ഔട്ട് ഓഫ് ദ വേൾഡ് റിട്ടേൺസ് ഇങ്ങനെ ഒരു താലത്തിൽ ആൾക്കാർ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് ഇല്ലെജിറ്റിമേറ്റ് അവസ്ഥകളിലേക്ക് പോകുന്നത് അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. ആ ഒരു ഹസിലകത്ത് ഉണ്ട് എങ്കിൽ ചെയ്യാനായിട്ട്, പൈസ ഉണ്ടാക്കാനായിട്ട് എത്രയോ അവന്യൂസ് നമ്മുടെ ചുറ്റും ഓപ്പൺ ആണ്. അതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു ഗുഡ് സിറ്റിസൺ ആയിട്ട് മൊറാലിറ്റീനെയും എത്തിക്സിനെയും ഒക്കെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് ശരിക്കും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അത് തന്നെയാണ് എനിക്ക് ആവശ്യപ്പെടാനുമുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ചർച്ച ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും, ചർച്ച ചെയ്യാനുണ്ടെങ്കിലും, തെറി വിളിക്കാനൊക്കെ എന്തായാലും ആൾക്കാരുണ്ടാവും, അവർക്ക് റിപ്ലൈ ചെയ്യാനാണെങ്കിലും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലേക്ക് ചാടി പോവുക. അതുപോലെ തന്നെ എനിക്ക് വേറൊരു സ്കീം നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. ആ സ്കീം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ താഴെ ഷെയർ ബട്ടൺ ഉണ്ട്. ആ ഷെയർ 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് ആവശ്യപ്പെടുക, അതിന് താഴെ 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീഡിയോ കുറെ പേരിലേക്ക് എത്തട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും അത്രമാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.